എന്തേടി കാട്ടില്ലാന്ന് കേട്ടോ. ഓ കുഴപ്പമില്ല എന്നോട് വന്നാ ചേച്ചി കേശു അല്ലേ ഞാൻ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നേ മോനിക്കുട്ടനെ ഇന്നലെ ആണെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടില്ലേ പരിപ്പോടയും ചായയും കഴിക്കുന്നത്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ മോനിക്കുട്ടന് പരിപ്പോട തിന്നാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 പരിപ്പോട വാങ്ങിച്ചോളൂ. മഴയാണല്ലോ, കഴിച്ചു. എനിക്ക് പണി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന പണികൾ കേട്ടോ. അപ്പൊ ഞാൻ പരിപ്പോടയും ചായയും കഴിച്ചത് കൊണ്ട് അവർക്ക് മഴയത്ത് പരിപ്പോടയും കാപ്പിയും കുടിക്കണം. അപ്പൊ ഞാൻ ഒരു 2 ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇന്ന് ഞാന് ജോലിക്ക് അങ്ങോട്ട് പോയി വണ്ടി അവിടെ വെച്ച് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു കുട്ടി ഓടി വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ വരുന്ന കണ്ടുകൊണ്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോയി. പേര് പറഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ. വീട് പെരുന്നാടാണെന്നാണ് തോന്നുന്നു പറഞ്ഞത്. അപ്പൊ എന്തായാലും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ മറവി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ കഴിക്കുന്ന മെഡിസിൻ്റെ ഒക്കെ ആയിരിക്കാം ഈ ഓർമ്മക്കുറവ് കേട്ടോ. അപ്പം അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. പിന്നെ അപ്പം ഇന്ന് നമ്മുടെ ആ ഒരു ഫാമിലി മെമ്പറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ മഴയായിരുന്നു. മഴയോട് മഴ. പത്തനംതിട്ടയിൽ മഴ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ സ്കൂളൊക്കെ അവധിയായിരുന്നു. ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടവരൊക്കെ വേറെ ജില്ലകളിലൊക്കെ ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ മഴ കൂടുതലാ, എങ്ങനെയുണ്ട് അവിടെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്ത് വെള്ളം പോകുമോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ മഴ ഇങ്ങനെ നിന്നാല് നമുക്ക് ടൗണിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ യാത്രകളൊക്കെ ഒന്ന് തടസ്സപ്പെടും. അതാണ് ഇപ്പൊ. പിന്നെ ഇന്ന് മഴയായിരുന്നു, രാവിലെ വലിയ മഴയില്ലായിരുന്നു. പക്ഷെ ഞാൻ ചെന്ന് കയറി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തുടങ്ങിയത് അറിഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് ഫോൺ വിളിച്ചു. അമ്മയ്ക്ക് പെൻഷൻ വന്നോ അത് ചോദിച്ച, പക്ഷെ വന്നിട്ടില്ല. ഇന്ന് വരുമെന്നാ പറഞ്ഞിരുന്നത്, പക്ഷെ വന്നിട്ടില്ല. അപ്പം കാപ്പിയാണെങ്കിലും ഞാൻ അരിച്ചെടുക്കുന്നത്. എനിക്ക് കാപ്പിയുടെ ആ തരികളുണ്ടല്ലോ അതിങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ലല്ലോ. കുറേശ്ശെ കാപ്പി ഇട്ടുള്ളൂ. കാരണം ഇനിയിപ്പൊ കാപ്പി കുടിച്ചാലേ ചിലപ്പം ചോറുണ്ണാൻ മടിക്കും. അതുകൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. പരാതി തീർന്നല്ലോ. പരിപ്പോടയും ചായയും അമ്മ പരിപ്പോടയും ചായയും കഴിച്ചു, ഞങ്ങൾക്ക് തന്നില്ല. മഴയത്ത് പരിപ്പോടയും ചായയും കഴിക്കാൻ എനിക്ക് കൊതിയ. ജാനിക്കുട്ടി എടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ വൈകിട്ട് മാമൻ പോയി പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന്. മാമി അതിന്റെ പണിപ്പുരയിലായിരുന്നു കേട്ടോ. അപ്പം മോനുവിന് അവധിയായിരുന്നു. രാവിലെ തൊട്ട് എന്നോട് പറയാം അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വഴക്കിടും. അപ്പൊ രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മുത്ത് ജിമ്മിന് പോകുന്ന സമയത്ത് മോനുകുട്ടിനെ അങ്ങോട്ട് ആക്കിയിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ കുക്ക് വന്ന് വിളിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ ചെന്നപ്പോൾ തൊട്ട് എന്നോട് പറയാൻ വരുന്നില്ല, അവിടെ താമസിക്കുന്നത്, നാളെ വരാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു ചോറുണ്ടിട്ട് പോവാം. നമ്മൾ ഒന്നും നടക്കത്തില്ല, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വലിയ നെത്തോലി ഇല്ലേ, വലിയ നെത്തോലി വറക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നെത്തോലി വറുത്തിട്ട് മോനുകുട്ടൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോൾ പറയാം ഇത് വേണമെന്ന്. അതിന് കുക്കു മോനുകുട്ടന് വറക്കാൻ വേണ്ടിയിട്ട് 3-4 എണ്ണം തന്നു വിട്ടതാണേ. അപ്പൊ അതുകൂടെ ഒന്ന് വറുത്ത് കൊടുക്കണം ഇന്ന്. പിന്നെ അടുക്കളയിലെ പണികള്, അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാ പോയത്, അതൊന്ന് അരച്ചു വെക്കണം. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും വെള്ളക്കടലയും വാങ്ങിച്ചു.
മത്തങ്ങ ഇന്നലെ മേടിച്ചതാട്ടോ. അതിന്ന് വൻപയറും കൂടെ ഇട്ട് നമുക്കൊരു കുഞ്ഞ് എരിശ്ശേരി വെക്കാം, മീൻ വറക്കാം. അതാണ് രാത്രിയിലത്തെ ചോറിനാനുള്ള കൂട്ടൻ. ഇത് നമുക്കൊരു റെപ്രസെന്റേറ്റീവ് സാമ്പിള് തന്നാട്ടോ, ബെല്ലയുടെ. നമ്മൾ എടുത്തിട്ടില്ല ഈ പ്രൊഡക്റ്റ്, അപ്പൊ അവര് വന്നപ്പം സാമ്പിൾ അവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഞാന് ഇപ്പൊ വരാം. മത്തങ്ങ ചെത്തട്ടെ. മത്തങ്ങയും വൻപയറും കൂടാ കൂട്ടാൻ വെക്കുന്നത്. മത്തങ്ങ ചെത്തി അരിയാൻ പോവും. ഇനി നമുക്കിത് അരിഞ്ഞ് കുക്കറിനകത്ത് അങ്ങോട്ട് വെക്കാം. മോനുകുട്ടൻ ഇവിടെ വന്നിരുന്ന് പലവിധ അഭിപ്രായങ്ങളും പറയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കത്തില്ല. മോനുകുട്ടൻ ഇന്ന് അവിടുന്ന് മീൻ മേടിച്ചോണ്ട് വന്നു. മീൻ വറുത്ത് വേണമെന്ന് പറഞ്ഞ് മീൻ എടുത്തിട്ട് വന്നു. ഇപ്പൊ എന്നിട്ട് മുട്ട വറക്കണം, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ പറയും. നടക്കുന്ന കാര്യമൊന്നും അല്ല. അപ്പം ഞാൻ ഇത് അരിഞ്ഞ് അടുപ്പയിലാക്കട്ടെ കേട്ടോ. മത്തങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. വൻപയറും ലേശം ഉപ്പും ചേർത്ത് നമ്മളത് കുക്കറിനകത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും അരപ്പ് വേണം. അതിന് നമ്മുടെ സ്ഥിരം പ്രയോഗം തേങ്ങ പൂളിയെടുക്കുക, മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക. തേങ്ങ കുറച്ച് മതി. കുക്കർ ചീറ്റി എന്റെ ഗ്യാസ് അടുപ്പെല്ലാവരും കഴിഞ്ഞു. ഞാൻ തുടച്ചിട്ട് കാര്യമൊന്നുമില്ല, വീണ്ടും തുടയ്ക്കണം. കാരണം നമ്മൾ മീൻ വറക്കാൻ പോവാട്ടോ. എന്നാലും എനിക്കൊരു മടിയാണ് ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ. എന്റെ ആവി പോകുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറക്കാം. മോനുകുട്ടന്റെ വലിയ നെത്തോലി കൊണ്ടുവന്നത് ആദ്യം വറക്കാം. മറ്റേ നമുക്ക് ഇച്ചിരിയുടെ തണുപ്പ് പോകാനുണ്ട്. ഇത് വറക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും. നമുക്ക് അതെടുത്ത് വറക്കാം. കേട്ടോ, ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇടാമേ, ഞാൻ എങ്ങനെയാ കറി വെച്ചെന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് കടുക് വറക്കാനുള്ള ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ട് അരി അരയ്ക്കാൻ പോട്ടെ. നിങ്ങൾ കുറേ പേര് കുഞ്ഞിനപ്പത്തിന്റെ റെസിപ്പി ചോദിക്കുന്നവരുണ്ട്. ആദ്യം ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തതിനകത്ത് ഒരു ലോങ് വീഡിയോ പോലെ ഞാനത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തന്നെ ഇട്ടാല് കണ്ട് മുഷിഞ്ഞവര് അവരെന്നെ വഴക്ക് പറയും, വേറെ പണി ഒന്നും ഇല്ലയോന്ന് ചോദിക്കും. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവര്, എനിക്ക് ഇതിന്റെ ലിങ്ക് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. ഉഴുന്ന ഉലുവ ഇത്രയും കൂടെ വെച്ചിട്ടുണ്ട്. മോനുകുട്ടൻ പടം വരച്ചെന്തോക്കെയാന്ന് നോക്കട്ടെ. മോനുകുട്ടൻ വരച്ച പടം കാണിക്കാമേ. അവിടെ കിടന്ന് ചാട്ടമായിരുന്നു ഇല്ലേ മോനുകുട്ടന്റെ പടം. ആരൊക്കെയാ ഇത് ഇന്നലെ വരച്ചോണ്ട് വന്നേ. ബുക്കിന്റെ പേപ്പർ വലിച്ചു കയറിയതിന് ഞാൻ വഴക്ക് പറഞ്ഞു, അതിന് ചുട്ടിക്കൂട്ടി കണ്ടോ. ഇത് എഴുതി വെച്ചേക്കുന്നത് എന്തുവെന്നറിയാമോ? അമ്മ കിളി ലവ് യു, അമ്മ ലവ് യു. ഇങ്ങനെയായിരുന്നു മോനിക്കുട്ടൻ എനിക്ക് കാറ് വരച്ചു തന്നത്. പിന്നെ വണ്ടി വീട്, മരം. കാലിനെന്തോ പ്രശ്നം? അങ്ങനെ നമ്മ വെച്ചിട്ട് തന്നെ വെക്കാം കേട്ടോ. മോനുകുട്ടനെ കൊണ്ടുവന്ന മീനിനകത്ത് ഞാന് കുരുമുളക് പൊടി, എന്തുവാ, ഉപ്പും മഞ്ഞപ്പൊടിയാ കേട്ടോ, മുളക് പൊടി ചേർക്കില്ലേ. ഉഴുന്നാദ്യം വരയ്ക്കും. ഉഴുന്നും ഉലുവയും കൂടെ ഇട്ടേക്കണം കേട്ടോ.
ഈ വെള്ളം ഞാൻ ഉഴുന്നെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചു വെച്ചേക്ക്. ഈ വെള്ളം കളയത്തില്ലേ, ഈ വെള്ളത്തിനകത്താ ഉഴുന്ന് അരച്ചിടുന്നത്. അരിയും കഴുകി വെച്ചേക്കും, എന്നാലും ഒന്നുകൂടെ കഴുകും. ഇവിടെ മത്തങ്ങാക്കറിക്കുള്ള കടുകും കൂടെ വറുത്തിട്ട് കഴിക്കാൻ പോ. ബാക്കിയെല്ലാം ആയി. ഇങ്ങനെ അരി അരച്ചു വെച്ചു. അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എളുപ്പം തന്നെ കഴിക്കാൻ കൊടുക്കട്ടെ. ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്ന താമസമേ ഉള്ളൂ. നമുക്ക് അത്താഴം വിളമ്പാം കേട്ടോ. അന്നേരം തുടങ്ങിയ നിപ്പ ഇതുവരെ ഒന്നും ഇരുന്നില്ല. എന്നോട് ഇന്നും കൂടെ ചോദിച്ചത് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാനൊക്കെ സമയം എപ്പോഴാ. ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഒരു നേരം ആവും, രാവിലെ പോകണം. എൻ്റെ ഇടയ്ക്ക് എപ്പോഴാ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് പലരും ചോദിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സമയത്ത് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ആണല്ലോ. ഞാൻ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പണിപ്പെട്ട ജോലി തന്നെ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, വല്ല പണിക്കും പോ കുഞ്ഞെ, ഇവിടെ കിടന്നും മെഴുകാതെ എന്ന് കേട്ടോ. ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ ഈ പണി ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേക്കണം, ചോറും കറിയൊക്കെ വെക്കണം. ചോറ് വെക്കണ്ട, രാവിലത്തെ കാപ്പിയെല്ലാം ഉണ്ടാകണം. ഇവര് രണ്ടുപേരും ഇപ്പൊ മുത്തിന് പിന്നെ പോകണ്ട, രണ്ടുപേരെ സ്കൂളിൽ വിടണം. അത് കഴിഞ്ഞെല്ലാം തൂത്ത് വൃത്തിയാക്കി പാത്രവും ഇതെല്ലാ വീട്ടിലും ചെയ്യുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓടിപ്പടച്ച് ജോലിക്ക് പോകും. ജോലിക്ക് ചെന്ന് അവിടെ അത്യാവശ്യം ജോലി ചെയ്യാതെ ശമ്പളം കിട്ടത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് തീർക്കണ്ടേ. അതെല്ലാം കഴിഞ്ഞ് സന്ധ്യക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പോയി ആരും വാങ്ങിച്ചോണ്ട് തരാനൊന്നുമില്ല, എല്ലാം വാങ്ങിച്ചോണ്ട് വരണം. അത് കഴിഞ്ഞിട്ട് പതുക്കെ അടുക്കളയിലെ പണിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുപ്പും ഈ പോസ്റ്റിങ്ങും പാട്ടും മേളവും ഒക്കെ കേട്ടോ. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് ഈ 24 മണിക്കൂർ സമയം ഇതിന് തന്നെ തികയുന്നില്ല. ഇനി എനിക്ക് പണിക്ക് പോവാം, വേറെ എന്താ പണി എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അപ്പൊ അതിന് പോകാനും കൂടെ ഉള്ള സമയം എനിക്കില്ല എന്നെന്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ താഴ്മയായി അറിയിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് എനിക്ക് പണി തരരുത്. ഞാൻ ഈ ഉള്ള പണി കൊണ്ടൊക്കെ അങ്ങ് ജീവിച്ചോളാം കേട്ടോ. ഇതിന് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ പണിയില്ലാത്തവരാണെന്നൊക്കെ തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ മാത്രം മനസ്സിന്റെ വികലതയാണ് കേട്ടോ. പിന്നെ യൂട്യൂബർ ആവുക എന്ന് പറയുന്നത്, ഞാൻ യൂട്യൂബർ ആയി വലിയ ആളായെന്നല്ല, യൂട്യൂബർ ഒരു വരുമാന മാർഗം ആക്കിയവർ അവർ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അവരിത് ചുമ്മാ ഒന്നും വീഡിയോ എടുത്ത് ഇതിനകത്തൊന്നും ഇടാൻ പറ്റത്തില്ല. അതിന് കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് വീഡിയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഏണിങ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതൊരു തൊഴിലല്ല എന്നൊന്നും ആരും പറയരുത്. ഇത് ഒരു തൊഴിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു തൊഴിലിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ രണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നത്, അത് ഓർക്കണം. അപ്പൊ പിന്നെയും വന്ന് ഇനിയും പണി തരരുത്, എനിക്ക് വയ്യ, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. അപ്പൊ നമുക്ക് ഇനിയും ചോറ് വേണം കേട്ടോ. നമ്മുടെ മത്തങ്ങ കറി കടുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. നമുക്ക് അത്താഴം കഴിക്കും. ഇത് മുത്തിന് വിളമ്പിയതാട്ടോ. മുത്തിന് ഓർക്കാതെ ചോറ് വിളമ്പി. രാവിലത്തെ റാഗി ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കാൻ കൊണ്ടുപോയി കേട്ടോ. ഇതാണ് നമ്മുടെ മത്തങ്ങ കറി. പിന്നെ ഒരു നെല്ലിക്ക എടുത്തു. ഇനി നെത്തോലി വറുത്തതും കൂടെ ഇടാം. ഇന്നത്തെ അത്താഴം ഇതാണ്. മഴ പെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.